ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തലാണ്. കൂന്തൽ ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാദ്യം ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവരട്ടെ കേട്ടോ. അതിന് ശേഷം കറി വെക്കുന്ന വീഡിയോ കാണിക്കാം. അപ്പം ഞാൻ കൂന്തലിനെല്ലാം നന്നായിട്ട് നുറുക്കി കഴുകി വാരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുണ്ട് ഇതൊക്കെ ഞാൻ ചതച്ച് പച്ചമുളകൊക്കെ ചതച്ചതിട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോണേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും. അതുപോലെ കുറച്ച് ഉപ്പും, വളരെ കുറച്ച് ഉപ്പിടുള്ളൂ. ഇതൊക്കെ സീ ഫുഡ് ആയത് കാരണം നമ്മൾ കുറച്ച് ഉപ്പാണ് ആദ്യം ഇടണം കേട്ടോ. പിന്നീട് പാകം നോക്കിയിട്ട് നമ്മൾ ഇടും. അപ്പം നമ്മൾ കൂന്തലിന് ആവശ്യമായ സവാളയും കുറച്ച് കാന്താരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ട് നമുക്ക് താളിക്കാൻ പോകാം. അപ്പോൾ ഞാൻ താളിക്കാൻ പോണേണ്. സ്കിഡിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. താളിക്കാൻ ആവശ്യമായ സവാള ഇട്ടെടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് മുരിയാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞ് ഡാർക്ക് കളറാകണ്ട. ഒന്ന് തളർന്ന് കഴിയുമ്പോൾ നമ്മൾ മസാലയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിവിടെ കിടന്ന് സെറ്റാകട്ടെ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി പച്ചമുളകൊക്കെ കൂടി ചതച്ച് വെച്ചതും കൂടി ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചപ്പോൾ ഞാൻ ഇത്തിരി ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവറും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ ഇതിൽ വേണം. വെളുത്തുള്ളി ഇച്ചിരി മുന്നിൽ വേണം, അപ്പോഴാണ് ഇതിന് നല്ല രുചി. ഒത്തിരി അധികമല്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, സവാള എല്ലാം നന്നായിട്ട് വഴന്നു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചതച്ചത് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കൂന്തൽ വേവിച്ച് വെച്ചത്. ഇനി ഇതിന് ആവശ്യമായ മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി മാത്രമാണ് ഇതിൽ മെയിൻ വേണ്ടത്. പിന്നെ കുറച്ച് മസാലപ്പൊടി, കുറച്ച് മണമുള്ള വലിയ ജീരകം പൊടിച്ചതുമാണ് ഇത് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഒത്തിരി മസാല ഇതിലിട്ടാൽ ആ കറിയുടെ രുചി അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ ഈ തേങ്ങാക്കൊത്തിലും ഈ ഉള്ളിയിലൊക്കെ ഈ കുരുമുളകിൻ്റെ മണം നന്നായിട്ട് കയറി പിടിച്ച് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അത്രയുള്ള ഇതിൻ്റെ പണി. വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഇത്തിരി സമയമെടുത്ത് ആ കൂന്തലൊക്കെ ശരിയാക്കി നമ്മൾ വേവിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. മസാല കൂടിക്കഴിഞ്ഞാൽ ഈ കറി ഒരു രുചി ഉണ്ടാവില്ല. കുരുമുളക് മുന്നിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ തരം ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രേവി ആയിട്ടൊക്കെ. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. ഞാൻ മെയിനായിട്ടും എൻ്റെ മമ്മി പഠിപ്പിച്ച ഒരു സ്റ്റൈലിൽ തന്നെ ഞാൻ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോൾ വേറെ തരത്തിലൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരും എല്ലാം ഇതിങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ കാണാൻ പറ്റുമല്ലോ ഒരുപാട് തരത്തിൽ അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതും കണ്ടിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഞാനിനി ഈ വേവിച്ചത് ഇതിലോട്ട് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ വേവിച്ച കൂന്തലിൽ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളുടെ കൂന്തലിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.